നമസ്കാരം. CPM എന്ന പ്രസ്ഥാനം തകർന്നു തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ശൈലിയും നമുക്കറിയാം. എതിരാളികളെയൊക്കെ കായികമായി നേരിടുന്ന ഒരു ശീലമാണ് എപ്പോഴും CPMകാർക്കും DYFIക്കാർക്കും SFIക്കാർക്കും ഒക്കെ ഉള്ളത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പലയിടങ്ങളിലും നിന്ന് നമ്മൾ കാണേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് കാട്ടാക്കടയിലാണ്. കാട്ടാക്കട ഒരു വിവാഹ സൽക്കാര വേദിയിൽ CPM പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ചിലർ അവിടെ എത്തി. അവിടെ കാട്ടാൽ പുസ്തകമേള എന്ന് പറയുന്ന ഒരു പുസ്തകമേള നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് പിന്നീട് സംഘടനത്തിൽ എത്തിയത് എന്നാണ് കാട്ടാക്കട പോലീസ് പറയുന്നത്. എന്തായാലും അവിടെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 പേർക്കാണ് വെട്ടേറ്റത്. ഈ സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ്. വിവാഹ സൽക്കാരം നടക്കുന്ന മണ്ഡപത്തിൽ ഈ 2 വിഭാഗങ്ങളും തമ്മിലടിച്ചു. അതിനുശേഷം മണ്ഡപത്തിന് പുറത്തും ഇവർ സംഘർഷങ്ങൾ ഉണ്ടാക്കി. ഇതിനിടയിലാണ് 3 പേർക്ക് വെട്ടേറ്റത്. CPM തോട്ടംപറ ബ്രാഞ്ച് സെക്രട്ടറി മനു, അമൽ, മഹേഷ്, ശരത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ കാട്ടാക്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മനുവിൻ്റെ കയ്യിലും കഴുത്തിലും പരിക്കേറ്റു. ശരത്തിൻ്റെ കൈക്ക് പരിക്കുണ്ട്. ശരത്തിൻ്റെ ഷോൾഡറിനും പൊട്ടലുണ്ട്. അമലിന് തലയ്ക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ 8 അംഗ സംഘമാണെന്നാണ് പരിക്കേറ്റവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. CPM നാവട്ടിക്കോണം ബ്രാഞ്ച് സെക്രട്ടറിയായ മനുവും അയാളുടെ സഹോദരൻ ഷിനു എന്ന ലല്ലുവുമാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ 2 പേരെയും പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഷിനുവിൻ്റെ 1.5 പവൻ്റെ മാല നഷ്ടപ്പെട്ടെന്നും പോലീസിൽ ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾക്കും പരിക്കുണ്ട്. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതായി ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. കാട്ടാൽ പുസ്തകമേളയുമായി ഉണ്ടായ സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അക്രമം എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ടവർ CPM DYFI പ്രവർത്തകരാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പുസ്തകമേളയിൽ വോളണ്ടിയറായിരുന്നു ഈ പരിക്കേറ്റവരെല്ലാം തന്നെ. പ്രതികളിൽ ചിലരും അവരുടെ സംഘവും മേള നഗരിയിലെത്തി സംഘർഷമുണ്ടാക്കിയിരുന്നു ഇത് മുമ്പ്. ഇത് വിലക്കിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റവർ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സംഘർഷ സ്ഥലത്ത് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് പുറത്ത് അക്രമം നടന്നതും ഒരു വിഭാഗത്തെ നേതൃത്വത്തിലെ ചിലർ സഹായിച്ചെന്ന ആരോപണവുമൊക്കെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. അതായത് പാർട്ടിയിൽ അല്പമെങ്കിലും മാന്യതയോടുകൂടി പ്രവർത്തിക്കുന്നവരെയൊന്നും ഇപ്പോൾ പാർട്ടിക്ക് വേണ്ട. പാർട്ടിക്ക് വേണ്ടത് ഈ പിണറായി വിജയനെ പോലെയും MV ഗോവിന്ദനെ പോലെയും ഒക്കെയുള്ള ആൾക്കാരെയാണ്. പിണറായി വിജയനെയൊക്കെ തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞിട്ടും അണികൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോലും ഇത്രയും നാണം കെട്ട് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഈ പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെയാണ് ഇപ്പോൾ ഈ പാർട്ടിയിലുള്ളത്. അപ്പോൾ അവരെ കണ്ടാണ് ഇതുപോലെയുള്ളവരും പഠിക്കുന്നത്. അപ്പോൾ അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ മാന്യതയുള്ളവരെല്ലാം പാർട്ടി വിട്ട് പുറത്തു പോയി. കാരണം അവർക്ക് മാനവും നാണക്കേടും മാനക്കേടും ഒക്കെ ആ വികാരങ്ങളൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കടിച്ചു തൂങ്ങി ഈ ഗുണ്ടാ സംഘത്തിൽ നിൽക്കാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് അല്പമെങ്കിലും ചിന്താശേഷിയും മാന്യതയും ഒക്കെ ഉള്ളവരൊക്കെ ഈ പാർട്ടി വിട്ട് പുറത്തുപോയി മറ്റു പാർട്ടികളിൽ ചേരുകയും മത്സരിച്ച് ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പ്രാദേശിക നേതാക്കളായിട്ടുള്ളവരും അണികളും ഒക്കെ മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇനി ഈ പാർട്ടി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരൊക്കെ പോയത്. എന്തായാലും ഈ കമ്മികൾ പരസ്പരം അടിക്കുന്നു എന്നുള്ളൊരു വാർത്ത തീർത്തും പുതുമയുള്ളതൊന്നുമല്ല. മുമ്പും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അടികളും മർദ്ദനങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരികയാണ്. എന്തായാലും CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് വെട്ടേറ്റത്. ഈ മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് ഇങ്ങനെ ഉണർന്നു പ്രവർത്തിച്ചാൽ ഇതുപോലെയുള്ള ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആഭ്യന്തരമന്ത്രിയോടാണ് എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമായി. അതുകൊണ്ട് തന്നെ ഇത്തരം ഗുണ്ടകളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതി കൂടി അടുത്ത ഘട്ടത്തിൽ ആവിഷ്കരിച്ചാൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെയധികം ഉപകാരപ്പെടും.